ഓഫീസ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു എക്സലിൻ്റെ ഷോർട്ട് ടിപ്പ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ക്രമം തെറ്റിയൊക്കെ കിടക്കുന്ന കോളംസുകൾ, വളരെ പ്രോപ്പർ അല്ലാത്ത ക്രമത്തിൽ കിടക്കുന്ന കോളംസുകളെ പെട്ടെന്ന് തന്നെ മാറ്റി നമുക്ക് ആവശ്യമുള്ള ക്രമത്തിലേക്ക് ആക്കി മാറ്റിയെടുക്കുന്ന, കട്ട് പേസ്റ്റ് ചെയ്യാതെ ഒരുപാട് ഡാറ്റയൊക്കെയുള്ള അല്ലെങ്കിൽ ഒരുപാട് കോളങ്ങളുള്ള ഒരു ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കട്ട് പേസ്റ്റ് ചെയ്ത് കോളങ്ങളെ റീഅറേഞ്ച് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ വളരെ എളുപ്പത്തിൽ കോളത്തിനെ റീഅറേഞ്ച് ചെയ്യുന്ന ഒരു കോളങ്ങളെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കോളങ്ങളെ റീഅറേഞ്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ഞാൻ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഒരു ഡാറ്റ ഷീറ്റ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടൻസി ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ഷീറ്റാണ്. അതിൻ്റെ അകത്ത് പല 12 monthsൻ്റെ ഡാറ്റയുണ്ട്. ഇതിൽ പല ഹെഡിങ്സിലുള്ള ഡാറ്റകളാണ്. അപ്പോൾ ഈ ഓരോ കോളംസുകൾ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് തുടങ്ങിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തിലാണ്, പിന്നെ ഓഗസ്റ്റ്, ജൂൺ, സെപ്റ്റംബർ അങ്ങനെയാണ്. പക്ഷെ ഇതെല്ലാം ഒരു കൊല്ലത്തിൻ്റെയാണ്. നമുക്ക് ഈ മന്ത്സിൻ്റെ എല്ലാ കോളംസും പല പ്രോപ്പറായിട്ടുള്ള ഓർഡറിലല്ല ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനെ ജാനുവരി ടു ഒക്ടോബർ വരെയോ, അല്ല ജാനുവരി ടു ഡിസംബർ വരെയോ, അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലോ, മിക്കവാറും കേസുകളിൽ അങ്ങനെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഏപ്രിൽ ടു മാർച്ച് വരെ, അടുത്ത കൊല്ലം മാർച്ച് വരെയൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റീഅറേഞ്ചിങ് മെത്തേഡാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പല മാസങ്ങളിൽ വളരെ സിക്സാഗ് ആയിട്ടുള്ള മാസങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ ഞാനിതിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പുതിയ റോ ഇതിന് മുകളിലായിട്ട് ഇൻസെർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ പുതിയ റോ ഇപ്പോൾ മുകളിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള ക്രമത്തിനനുസരിച്ച് ഓരോ കോളത്തിനും നമ്മൾ ഒരു നമ്പറിങ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ കേസിൽ നമുക്ക് ഏപ്രിൽ 12 മാസത്തെ ഡാറ്റയാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ 1 തൊട്ട് 12 വരെയുള്ള നമ്പറുകൾ ഇവിടെ കൊടുത്താൽ മതിയാവും. ജാനുവരിക്ക് 1 എന്ന് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഫെബ്രുവരി 2, അങ്ങനെ ഞാൻ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഏത് ഫോർമാറ്റിലും കൊടുക്കാവുന്നതാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. നമുക്കിപ്പോൾ ഇവിടെ കിടക്കുന്ന ഡാറ്റയ്ക്ക് അനുസരിച്ച് നമുക്ക് ആ നമ്പറിങ് വ്യത്യാസപ്പെടുത്താം. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ജാനുവരിക്ക് ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്, അതിനുശേഷം ഫെബ്രുവരിക്ക് 2 എന്ന് കൊടുക്കുന്നു. തിരിച്ചറിയാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് സെൻട്രൽ അലൈൻ ചെയ്യാണ്. അപ്പോൾ ജാനുവരിക്ക് 1, ഫെബ്രുവരി 2, മാർച്ച് 3, ഏപ്രിൽ 4, മെയ് 5, ജൂൺ 6, ജൂലൈ 7, ഓഗസ്റ്റ് 8, 9, സെപ്റ്റംബർ 9, ഒക്ടോബർ 10, അതുപോലെ തന്നെ നവംബർ 11, ഡിസംബർ 12. അപ്പോൾ അങ്ങനെ 12 മാസങ്ങൾക്ക് ഞാനിങ്ങനെ നമ്പറിങ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്പറുകൾ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇപ്പോൾ മന്ത്ലി ഡാറ്റ അല്ല ഇവിടെ കിടക്കുന്നത്, നമുക്ക് വേറെ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ നമ്പറിങ്ങിന് മാറ്റം വരുത്താം. നമ്മൾ ഇത്രയും ഓർത്താൽ മതി, നമ്മൾ 1 എന്ന് കൊടുക്കുന്നതായിരിക്കും ഈ അറ്റത്ത് വരുന്നത്, അപ്പോൾ പിന്നെ 2 എന്ന് പറയുന്നതായിരിക്കും തൊട്ടടുത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു ക്രമം നമ്മൾ പാലിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ എന്ത് വേണോ അതിന് 1 എന്നുള്ളത് കൊടുക്കുക, രണ്ടാമത്തെ കോളത്തിൽ എന്ത് വേണോ അതിൽ 2 എന്ന് നമ്പറിങ് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോളംസ് മൊത്തം സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇപ്പം ഞാൻ ഈ കോളം വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യത്തെ A കോളം വിട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കോളം നമുക്ക് സോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അത് ലെഫ്റ്റിൽ തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊഴിച്ചുള്ള മറ്റുള്ള കോളംസ് എല്ലാം ഞാനിവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹോം ടാബിൽ പോവുക. ഹോം ടാബിൽ റിബണിൽ ഹോം ടാബിൽ പോയിട്ട് ഇവിടെ വരുമ്പോൾ എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ്റെ മുകളിലായിട്ട് സോർട്ട് ഫിൽറ്റർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഓപ്ഷനായിട്ടുള്ള കസ്റ്റം സോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, കസ്റ്റം സോർട്ട് എന്നുള്ള ഓപ്ഷനിൽ. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ സോർട്ട് എന്നുള്ളതിൻ്റെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഒമിറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഇതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഈ കേസിൽ നമ്മൾ ഓപ്ഷൻസ് എന്നുള്ള ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക.
അങ്ങനെ ഓപ്ഷൻസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു റേഡിയോ ബട്ടൺ താഴെ കാണാം. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഓറിയന്റേഷൻ ഏത് ഭാഗത്തു നിന്നാണ് സോർട്ട് ചെയ്യേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ കേസിൽ ഇങ്ങനെയുള്ള ഒരു റീഅറേഞ്ചിങ് കേസിൽ നമ്മൾ പലപ്പോഴും സോർട്ട് ചെയ്യുമ്പോൾ കോളം ബേസ്ഡ് ആണ് സോർട്ട് ചെയ്യുന്നത്. അതായത് മുകളിലേക്ക് ABCDയോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആദ്യം തുടങ്ങാനോ അങ്ങനെ ആണ് നമ്മൾ എപ്പോഴും സോർട്ട് ചെയ്യുന്നത് ഉപയോഗിക്കാറ്. ഈ കേസിൽ മാത്രം നമ്മൾ റോ വൈസ് ആണ് സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള ഓപ്ഷനാണ്, സെക്കൻഡ് ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലിക്ക് ഓക്കെ കൊടുക്കുകയാണ്. ഞാൻ ഓക്കെ അടിക്കാം. ഓക്കെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ സെലക്റ്റഡ് ആക്കി ആ ഓപ്ഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ട് ബൈ എന്നുള്ള ഓപ്ഷൻ എടുക്കണം. സോർട്ട് ബൈ എന്നുള്ള ഓപ്ഷനിൽ ഇപ്പോൾ നമുക്ക് നേരത്തെ നോക്കുകയായിരുന്നെങ്കിൽ ശരിക്കും കോളംസ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ നമ്മൾ അത് മാറ്റിയത് കൊണ്ടാണ് ഇവിടെ റോ 1 2 3 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ എത്ര ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള റോസിന്റെ നമ്പർ ഇവിടെ കാണിക്കും. ഇപ്പോൾ 16 റോസിലാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16 എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ 1000 റോസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രോൾ ബാർ 1000 റോസിലുള്ള നമ്പറുകൾ കാണിക്കും. എന്നിട്ട് ശേഷം നമ്മൾ റോ 1 നമ്മൾ ഇനി സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് റോ വെച്ചാണെന്നാണ്. അപ്പം ഞാനിവിടെ നമുക്കറിയാം ഫസ്റ്റ് റോ വെച്ചാണ് നമ്മൾ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ റോ 1 എന്നുള്ള ഇത് സെലക്ട് ചെയ്യുകയാണ്. റോ 1 എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നത്തെ ഓപ്ഷൻ ചോദിക്കുന്നത് സെൽ വാല്യൂസിന് ബേസ് ചെയ്തിട്ടാണോ നിങ്ങൾ സോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് സെൽ വാല്യൂസിന് തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ 3 ഓപ്ഷൻസുകൾ ഉണ്ട്. സെൽ കളർ, ഫോൺ കളർ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഐക്കൺ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ സെൽ വാല്യൂസിനെ പറ്റി ഇപ്പോൾ ഞാൻ ഈ ഒരു ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി സെൽ വാല്യൂസ് എന്നുള്ളത് ഓപ്ഷൻ തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തേണ്ട ആദ്യത്തെ ഓപ്ഷൻ തന്നെ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് നമ്മൾ കൊടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പം നമ്മളുടെ ഈ കേസിൽ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ്. നമ്മൾ ഫസ്റ്റ് നമ്പറാണ് ആദ്യം വരേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്ലിക്ക് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാം അറേഞ്ചായി. ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ മന്തുകൾ കണ്ടു കഴിഞ്ഞാൽ നോക്കി അറിയാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇത് വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി ഇതിപ്പോൾ ഞാൻ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തത്. ഇനി അതല്ല ഇതിന് എത്ര സമയം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ. നമ്മളിത് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു. അത് നമ്പറിങ് കൊടുക്കാനുള്ള സമയം എടുക്കും. കാരണം അത് നമ്മൾ നോക്കിയും കണ്ടാണല്ലോ ആ നമ്പറിങ് കൊടുക്കുന്നത്. അപ്പോൾ ആ നമ്പറിങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ കൊടുക്കുക. സോർട്ട് ഫിൽറ്ററിലേക്ക് വരിക, കസ്റ്റം സോർട്ടിലേക്ക് വരിക, ഓപ്ഷൻസിൽ വരിക, സോർട്ട് ലെഫ്റ്റ് ടു റൈറ്റ് അടിക്കുന്നു. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നു, റോ 1 അടിക്കുന്നു, സെൽ വാല്യൂസ് സ്മോളസ്റ്റ് ലാർജസ്റ്റ് ഓക്കെ കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞു. ഇത് വെറും 10 സെക്കൻഡിനുള്ളിൽ നമ്മൾ ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ ഇതിൻ്റെ അപ്പുറത്താണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്ത് ഇൻസേർട്ട് കട്ട് സെൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി അങ്ങനെ പ്ലേസ് ചെയ്യാണ് ചെയ്യാറ്. അപ്പോൾ ഇത് ഓരോന്നും ചെയ്തു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഒരുപാട് ഡാറ്റ ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലാവുകയും ഇഷ്ടപ്പെട്ടു എന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഷോർട്ട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടും. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് ഫോർ വാച്ചിങ്.